വയനാട്. യെസ്, വയനാട്. ഈ മലപ്പുലയാട്ടം ഇപ്പൊ വയനാട് ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മലപ്പുലയാട്ടത്തിന്റെ ഏറ്റവും കൂടുതൽ മലപ്പുലയാട്ടം ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അത് കൂടുതലും ആചാരപരമായിട്ട് പാലിച്ചു പോകുന്നത് മലപ്പുലയാട്ടം, അതേപോലെ ഈ ഗോത്രകലകളെല്ലാം നമ്മള് വയനാട് ഇടുക്കി ഭാഗത്തു നിന്നാണ് കേട്ടിട്ടുള്ളത്. ആരാ നിങ്ങളുടെ ഗുരു? ആരാ? ഉണ്ടോ? ഇവിടെ ഉണ്ടോ? യെസ്, ഓ അവിടെ കൈവക്കി വിളി. വാ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പിള്ളേരുടെ പരിപാടി ഇന്നത്തെ? പിള്ളേര് അടിപൊളിയായി ചെയ്തു. പിന്നെ നന്നായി ചെയ്തു. അതിലൊരുത്തിന് ഭയങ്കര ക്ഷീണമായ ഒന്ന് ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നു. ആശുപത്രി പോയിട്ട് വന്നോണ്ടാണോ ഡ്രസ് മാറ്റിയത്? എ ഗ്രേഡ് കിട്ടിയതിൽ നല്ല സന്തോഷം. എ ഗ്രേഡ് കിട്ടിയപ്പോ അതങ്ങ് പോയില്ലേ? നമ്മളെ ട്രൈബൽ കുട്ടികൾ തന്നെയാണ് ഇത് മൊത്തം. നമ്മളെ അപ്പൊ അവർക്കത് കൃത്യമായിട്ട് അറിയാം അല്ലേ? ഈ പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിലും ആണുങ്ങൾ മാത്രം? ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി ചെയ്യുന്ന നൃത്തമാണ്. ഇത് ബോയ്സ് സ്കൂൾ മാത്രമാണ്. അതുകൊണ്ട് ബോയ്സ് സ്കൂൾ ആയതുകൊണ്ട്. അപ്പൊ ഇതില് എല്ലാ കൾച്ചറും ഉണ്ട്. ഇതൊരു പക്ഷെ ഇതൊരു വെറൈറ്റി ആയി അല്ലേ? ആൺകുട്ടികൾ മാത്രമായി ചെയ്യാനുള്ളതും കൂടെ തെളിയിക്കപ്പെട്ടില്ല. അതിൽ എ ഗ്രേഡും കൂടെ കിട്ടിയില്ല. അപ്പം അത് പൂർത്തിയായി. നമുക്കപ്പോ അവരുടെ പാട്ട് കേൾക്കാം. പാട്ട് നൃത്തമാണ് ഒന്ന് പരിപാടി. അതെ, ശരി. എല്ലാം കയ്യിൽ നിന്ന് പോവാ കേട്ടോ. കളസമയക്കെ തുടങ്ങാം. ഇച്ചിരി ഒന്ന് ഫ്രണ്ടിലോട്ട് കയറി നിൽക്കോടാ. തുടങ്ങാം. ഓക്കെ ആണോ ടീം? റെഡിയല്ലേ? കേറാം. എനിക്ക് കണ്ടിട്ടെ സത്യമായിട്ട് കൊതി വരുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനത് ആലോചിക്കുക. സത്യം, എന്തായാലും പ്രായപരിധി കഴിഞ്ഞു പോയി. ഇനി സ്കൂളിൽ പ്രായമായി. ഇനി അടുത്ത മാസം ഷഷ്ടി പൂർത്തിയാ. ഓക്കെ, പിടിച്ചോ പിടിച്ചോ. നമുക്ക് പേരങ്ങ് ചോദിച്ചു. പേര് ചോദിക്കാം. പേര് ഇവിടുന്ന് പേര് പറഞ്ഞു. അഭിനിത്ത്, റിതു, അഭിറാം സി ബാബു, ആദർശ്, നവനീത്, അരുൺ, അർജുൻ, അവിഷ്ണവ്, അമേഘം കൃഷ്ണൻ, അഭിനന്ദ്, സായന്ത്, അക്ഷയരാജ്. കൊള്ളാല്ലേ? പേരുകളെല്ലാം അടിപൊളി. നിങ്ങളുടെ സ്കൂളും കൂടെ ഒന്ന് പറഞ്ഞേ. AMR GHHS നല്ലൂർനാട്. AMR GHSS. യെസ്, അവിടുന്നുള്ള അങ്ങോട്ട് എ ഗ്രേഡും കൊണ്ടാ പോകുന്നത് അല്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പണ്ട് തൊട്ടേ ഈ ഇപ്പൊ മലപ്പുലയാട്ടം കണ്ടു കാണുമല്ലോ? കുഞ്ഞിലെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് അല്ലേ? പക്ഷെ ഇതിന്റെ ആരെങ്കിലും നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് മലപ്പുലയാട്ടം എന്ന് പറഞ്ഞ? ഇല്ല. അല്ല എന്താണെന്നറിയോ? പക്ഷെ അപ്പോഴേക്കും ഇവരത് പെട്ടെന്ന് പഠിച്ചെടുത്തു എന്നുള്ളതാണ്. ഇല്ലേ?
ഇത് കഴിഞ്ഞ വർഷം മുതലാണല്ലോ നമ്മളെ ഈ കലാരൂപങ്ങൾ കയറിയത്. അപ്പൊ അതിനുശേഷം ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടില്ല, ഈ വർഷം ആദ്യമായിട്ടാണ് ഈ മലപ്പുലയാട്ടം കുട്ടികളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ മാഷെ, അവർ ആ ഈ ഒരു സമയം കൊണ്ടേ അവർ പെട്ടെന്ന് പഠിച്ചെടുത്തല്ലോ, ഇതിന്റെ ഇതെന്താണെന്നുള്ളത് കൃത്യം മനസ്സിലായല്ലോ. പാട്ടില്ല, ഈ ഡപ്പാങ്കുത്ത് മോഡലുള്ള ഈ താളം മാത്രമാണ് അതിന്റെ മെയിൻ കോർ എന്ന് പറഞ്ഞത്. അതെ. അപ്പൊ മാഷെ എത്ര കാലമായി ഈ ഞാൻ ഈ ഫീൽഡില് ഞാൻ ഗദ്ദിക കലാകാരനാണ്. ഗദ്ദിക വയനാട്ടിലൊരു കലാരൂപമാണ് ഗദ്ദിക. ആ കലാകാരനാണ്. അപ്പൊ നാടൻ പാട്ടുകൾ കൂടി ചെയ്യുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ കലാരൂപങ്ങളെല്ലാം പഠിച്ച് പരിശീലിപ്പിക്കുന്നുണ്ട്. ഇനിയും കലോത്സവത്തിൽ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേരി നാടൻ പാട്ട്. യെസ്. മാഷ് ഫ്രണ്ടിലോട്ടോ ആയോ? ഫ്രണ്ടിലോട്ടോ ഗോത്രഗാനം പാടിയ മതി. കാടില് ഉട്ടി കാടില് ബതുക്കീനോ കാടില മക്ക നങ്ക ദൂപാവേ കത്തിച്ചി കൈമുകുതു നിത്തീനോ കാടിന മക്ക നങ്ക കാടിന മക്ക നങ്ക കാടിന മക്ക നങ്ക ലാലോ 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 ಕಾಮಟ್ಟಿಗೆ ಲಸಿಗೆಂದಿ ಮಾರ್ಗಳಿಗೆ ಊಸೂಡಿ ಕಾಮಟ್ಟಿಗೆ ಲಾಲೋ 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 ಕಾಮಟ್ಟಿಗೆ ಲಸಿಗೆಂದಿ ಮಾರ್ಗಳಿಗೆ ಊಸೂಡಿ ಕಾಮಟ್ಟಿಗೆ ಲಾಲ ಲಲ್ಲಿಲ 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 ಲಾಲ ಲಲೀಲೋ 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 ಅವ್ವಪ್ಪನ ಕಾಡಿಗೆ ಸೀಕೆ ಹೋಗದೆ ಸೀಕೆ ಎತ್ತಿ ಮನಗ ಬರಗ ತುಪ್ಪ ತರದೆ ಅವ್ವಪ್ಪನ ಕಾಡಿಗೆ ಸೀಕೆ ಹೋಗದೆ ಸೀಕೆ ಎತ್ತಿ ಮನಗ ಬರಗ ತುಪ್ಪ ತರದೆ ಲಾಲ ಲಲ್ಲಿಲ 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 ಲಾಲ ಲಲೀಲೋ ಲಾಲ ಲಲ್ಲಿಲ 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 ಲಾಲ ಲಲೀಲೋ ಲಾಲ ಲಲ್ಲಿಲ 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 ಲಾಲ ಲಲೀಲೋ ലാല ലല്ലില 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 ലാല ലല്ലീലോ. കൊള്ളാല്ലേ? ഇതേ മാഷൊന്ന് തുടങ്ങി വെച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോവായിരുന്നു. മാഷ അതല്ല, എന്താ അറിയോ, മാഷ ഒന്ന് സ്ലോ ആക്കിയപ്പോ അവൻ ബാക്കി പാടി. നമ്മൾ ഈ പാട്ട് ജില്ല വരെ എത്തിച്ചതാണ്, നാടൻ പാട്ട് കലാരൂപത്തില്. അപ്പോൾ ജില്ലയെന്ന് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് സ്റ്റേറ്റിലേക്ക് കിട്ടിയില്ല. അതൊരു ഭയങ്കര ടെൻഷനായിട്ട് ഈ പിള്ളേരുടെ മനസ്സിലെല്ലാം നിൽക്കുന്നുണ്ട്. ആ ഒരു സന്തോഷം അവതരിപ്പിക്കാൻ രണ്ടുപേരെങ്കിലും അത് പാടാൻ പറ്റിയല്ലോ, അത് ഭയങ്കര സന്തോഷം. അതെ, എന്തായാലും ഹാപ്പിയായി. എനിക്ക് അത് മാഷ് നേരെ ഇവിടുന്ന് അങ്ങനെ അവനങ്ങ് കൊടുത്ത പോലെ അവനാ പിന്നെ കൊണ്ടുപോയതാണ് മെയിൻ ആയിട്ട് പാടിയത്. 5-6 മാസമായി ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പൊ അവനത് പെട്ടെന്ന് അതങ്ങനെ ഉണ്ട് മനസ്സിൽ. അപ്പൊ അതെന്തായാലും നമുക്ക് ഡിസ്ട്രിക്റ്റിൽ നിന്ന് അതിന് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ അത് അവതരിപ്പിക്കാൻ പറ്റി. സന്തോഷം. യെസ്, എന്തായാലും താങ്ക് യു. വയനാടേക്ക് കപ്പ് കൊണ്ടുപോവോ? ഉഷാറിപ്പറ കൊണ്ടുപോവോ? കൊണ്ടുപോകും. ഓ അതെ. അപ്പൊ ഓക്കെ, താങ്ക് യു മാഷേ. കളദാസ, കഴിഞ്ഞ കൊല്ലമാണ് ഗോത്രകലകൾ വന്നത്, 5 കലകൾ വന്നത്. അപ്പൊ എനിക്കറിയുന്നത് ഇപ്പൊ ഇവര് പറഞ്ഞതിൽ മനസ്സിലാവുന്നത് ഇനിയും ഒരുപാട് കലകളുണ്ട്. അതെ, കുറെ കലകളുണ്ട്. അത് ഇനിയും വീണ്ടും ശരിക്കും ഈ ലൈം ലൈറ്റിലേക്ക് വരാത്ത ചില കുറെ കലകളുണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പം അതിനനുസരിച്ച് പഠിച്ചു പോകണല്ലോ. അങ്ങനെ പഠിച്ചു പോയതിന്റെ ഒരു ശ്രമഫലമാണ് ശരിക്കും കഴിഞ്ഞ കൊല്ലം ഈ 5 ഗോത്രകലകളും ലൈംലൈറ്റിലേക്ക് വന്നതും. അത് എല്ലാ തരത്തിലുള്ള ആൾക്കാർ അതിനെ ഫോളോ ചെയ്യുന്നതും ആ കൾച്ചർ എന്താണെന്നുള്ളതും ആ ആചാരം എന്താണെന്നുള്ളതും ഒക്കെ. ഇനി 249 എന്ന് പറയുന്ന ഒരു ഇനത്തിൽ നിന്ന് അടുത്ത കൊല്ലം ഇനി ഒരുപാട് ഇനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. എന്തായാലും ഗോത്രകലകളിൽ നിന്നും ഒരുപാട് വരാനുണ്ട്. ഭയങ്കര എനർജി ആയിട്ടുള്ള നമ്മുടെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന കലകളാണ്. അപ്പൊ നമുക്ക് അടുത്ത ടീമാരാണ് ഫോക്ക് ഡാൻസ് ആണ്. കളർഫുൾ ഡ്രസ്. പക്ഷേ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ഫോക്ക് ഡാൻസ് ടച്ച് ഇല്ലല്ലേ? അതെ, ഡ്രസ്സിലെന്തോ തീം ഒളിച്ചിരിപ്പുണ്ട്. എന്തോ രഹസ്യം പതിയിരിക്കുന്നു. ഏതാ ജില്ല? ഏതാ? കോട്ടയം. അപ്പൊ അവനെന്തോ കാര്യമായിട്ട് പറയാമെന്നാ ഞാൻ എന്നെ ഇറക്കി പറഞ്ഞു. അല്ല, അങ്ങനെയൊന്നുമില്ല, പറയാൻ വന്ന കാര്യം. കോലിട്ട് നമുക്കപ്പം പെർഫോമൻസ് കയറിയാലോ? ഓക്കെ, മ്യൂസിക് റെഡിയാണോ?
തെച്ചിമലമേലെ ചുടലക്കാട്ടിൽ റാഗിപ്പറക്കണ ചെമ്പരുന്തേ എരിയുന്ന ചിതയും കരയുന്ന മിഴിയുമായി ചുടലക്കാരിയെ കണ്ടുപോ നീ സീത പെണ്ണിൻ കഥ കേട്ടു കുടകിലെ കോട മഞ്ഞിൻ തണുപ്പിലും കോടാലിയേന്തി കാടേറും കോരൻ പിറകു പെറുക്കാൻ അച്ഛന കൂട്ടായി പൊന്മകൾ സീതയും കൂടെ പോകും. തെച്ചിമലയിലെ ചുടലക്കാരൻ മുത്തുകാരിരുമ്പിന്റെ കരുത്തുള്ളവൻ സംഹാരദേവന്റെ അഴകൊത്തവൻ ഉള്ളിൽ സ്നേഹം കൊതിക്കുന്നവൻ. കയ്യിൽ പിടിച്ചൊരു കുന്തത്താൽ മുത്തു ചിതകുത്തി മറിക്കുന്ന കാഴ്ച കാണാം, മനം മടുപ്പിക്കുന്ന കാഴ്ച. അതിന്റെ ഇടയ്ക്ക് എന്തോ ഒന്ന് പോയി. അതെ, ചരട്. കോട്ടയം ജില്ല. കോട്ടയം ജില്ല. കോട്ടയം ജില്ലക്ക് എ ഗ്രേഡ് കിട്ടിയോ? കിട്ടും. റിസൾട്ട് വന്നിട്ടില്ല. ഓക്കെ, അപ്പം ഇതിന്റെ തീം ഒന്ന് പറഞ്ഞേ, എന്താണ് ഉദ്ദേശിച്ചത്? തീം അത് നമുക്കത് കിട്ടിയില്ലല്ലേ? ഞാനിങ്ങനെ നോക്കുവായിരുന്നു, ഞാൻ കുറെ നോക്കി. എന്താണത് പറ. ടീം എന്ന് പറഞ്ഞാൽ ഒരു കാട്ടില് ചുടലക്കാരനുണ്ടായിരുന്നു, ശ്മശാനമൊക്കെ അല്ലേ. അപ്പോ അവിടെ ചുടലക്കാരൻ ഒരു ഇതില്ലേ, അയാളുടേതായ പ്രവർത്തികൾ വ്യാപൃതനാണ്. അപ്പോ കാട്ടില് വിറക് വറക്കാൻ വന്ന സീതയുണ്ട്. സീതയും സീതന്റെ അച്ഛനും കൂടി വിറക് വറക്കാൻ വന്നപ്പോ സീതയുടെ കാലില് ചെറിയ മുള്ളു പോലത്തത് കൊണ്ടു. അപ്പോ സീത നേരെ ചുടലക്കാരൻ എടുത്തു വന്നു. ചുടലക്കാരൻ ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചു. പറഞ്ഞ ഇങ്ങനെയാണ് പ്രശ്നം പറഞ്ഞ് വിഷമരുന്ന് അവനെ ഭയങ്കരമായിട്ട് കിടക്കുന്നു. അതെ, അങ്ങ് പറഞ്ഞു ശ്വാസം വിട്. ഓക്കെ, വെള്ളം വേണോ? വേണ്ട, പറഞ്ഞു. അപ്പോ എന്തോ വിഷമുള്ളായിരുന്നു. അത് കുത്തിയപ്പത്തിനും ഈ മരുന്ന് പുരട്ടി ചുടലക്കാരൻ ഭസ്മം പുരട്ടി കലയിച്ചു. അപ്പൊ അവരുടെ ഉള്ളില് ഒരു സ്നേഹം വന്നു. അലാസ് അത് പ്രേമത്തിലായി. ഒക്കെ അവര് കല്യാണം കഴിച്ചു, ഒരു കൊച്ചായി. അപ്പോ കൊച്ചിനൊരു ഏലസ് കടിക്കാൻ വേണ്ടി നമ്മളെ ചുടലക്കാരനായ മുത്തു നേരെ അവരുടെ ഒരു ഇതില്ലേ ഗ്രാമത്തിൽ പോയി. അതിന്റെ ഇടയ്ക്ക് ഈ ഗ്രാമത്തിൽ പോയ മുത്തുവിനെ തിരിച്ച് കണ്ടില്ല. അപ്പൊ സീത ഭയങ്കര ഇതായി. സീത ഒറ്റയ്ക്കായി. അപ്പോ സീത ഒരു ദിവസം കൊച്ചിനെ ഉറങ്ങാൻ വേണ്ടി എടുത്തിട്ട് പെട്ടെന്ന് ആരോ കതക് കൂട്ടിയപ്പോഴത്തേനും സീത വന്ന് കതക് തുറന്നപ്പോഴത്തേനും നിൽക്കുന്ന തമ്പുരാക്കളും അവരെ ശിങ്കിളുകളും. അപ്പൊ അവരെ വന്ന് നോക്കുമ്പോഴത്തേനും ഒരു ഡെഡ് ബോഡി ഉണ്ട്. അവിടെ ഒരു ചുടലക്കാട്ടിലാണ് കത്തിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഡെഡ് ബോഡിയും അതിന്റെ ഇടയ്ക്ക് ഈ നാട്ടുകാരെല്ലാം നോക്കും. അപ്പൊ സീത എന്തോ പേടിച്ചിട്ട് സന്തോഷമായിട്ട് വന്നല്ലേ, മുത്തു വന്ന് തിരിച്ച് വന്നപ്പോഴത്തേനും സീത പേടിച്ചു പോയി. കാണുന്ന ഒരു മൃതദേഹം. ഈ കഥ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, ഇതേപോലെ സമാനമായിട്ടുള്ളത്. കാണും. അവൻ അവസാനം പറയും അതറിയത്തില്ലേ? എവിടെയോ കേട്ടിട്ടുണ്ട്, പഠിക്കാൻ. അവിടെ കാണുന്നത് മുത്തുവിന്റെ മൃതദേഹമാണ്. അപ്പോ കൊച്ചിനെ കിടത്തി വന്ന് തമ്പുരാൻ പറഞ്ഞു ഈ മൃതദേഹം കത്തിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സീത വന്ന് നോക്കിയപ്പോഴത്തേനും മുത്തുവാ കിടക്കുന്നേ. തമ്പുരാക്കൾ എല്ലാരും ഇല്ല. അപ്പൊ എന്തൊരു കത്തിച്ചേ പറ്റത്തുള്ളൂ, അതിലൊരു വാക്കല്ലേ. അപ്പൊ കത്തിച്ചും അത് ഇതായി. അപ്പത്തേനും സീത കൊച്ചിന്റെ മുന്നിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചായിരുന്നു. ആ വിളക്ക് തട്ടി പറഞ്ഞ് കുടില് ഫുള്ള് കത്തി. അങ്ങനെ സീതയുടെ മോനും ഭർത്താവും മരിച്ചുപോയി. അപ്പൊ സീതയാണ് ഇനി ആ കാട്ടിത്തെ ചുടലക്കാരി. അതാണ് ഇനി അങ്ങോട്ടുള്ള കാലം. അതാണ് ആ തീമാണ് അവനെ അവതരിപ്പിച്ചത്. നമുക്കത് മൊത്തം കാണാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കും അത് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു അല്ലേ? പക്ഷെ അവൻ നല്ലോണം അത് പറഞ്ഞു. അവസാനത്തെ കഴിയുമ്പോ അവൻ ഭയങ്കര ഇമോഷണലായി. ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ സീത ഇങ്ങനെ വന്നു, അവിടെ ഒരു മൃതദേഹം. സന്തോഷത്തോടെയാണല്ലോ വന്നത്. തുടക്കത്തിൽ അവനൊരു കിതപ്പുണ്ടായിരുന്നെങ്കിലും എന്തായാലും കോട്ടയത്തിന് കപ്പ് കിട്ടുമോ? കിട്ടും. ഇത് പുതിയ ഐറ്റം ആണ്. അതെ, ഫ്രഷ് ഐറ്റം ആണ്. ആരാണ് ഇത് ചിട്ടപ്പെടുത്തിയത്? ഇത് സാജൻ സാറാണ്. സാറുണ്ടോ ഇവിടെ?
സാർ മുടി അടിപൊളി സാർ. ആ ഒരു ഫാഷൻ അവന് ചെയ്യുന്നുണ്ട് ഇടയിലിടയിൽ ഇങ്ങനെ. സാർ എത്ര നാളുകൊണ്ടാണ് ഇത് പഠിപ്പിച്ചെടുത്തത്? ഇതിപ്പം ജില്ലയിൽ ഇവന് ഫസ്റ്റ് കിട്ടി, അതിനുശേഷം സ്റ്റേറ്റിലേക്ക് നമ്മൾ ന്യൂ ഐറ്റം ചെയ്തെടുത്തു. സ്റ്റേറ്റിലേക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. യെസ്. അപ്പം ഈ കഥ എങ്ങനെയാണ് ഈ കഥ വന്നത് മനസ്സിലേക്ക്? എനിക്ക് ഈ കഥ എവിടുന്നാണ് ശരിക്കും? ഇത് ജമ്മു കാശ്മീരിലെ ഇത് ഓൾറെഡി ഒരു പുരാണ ഒരു കഥ ഉള്ളതാണ്, ഐതിഹ്യമാണ്. ആ ഐതിഹ്യം ത്രെഡ് എടുത്തിട്ട് ഞങ്ങൾ ഫോക്കിലേക്ക് ആക്കി. അങ്ങനെ അതാണ് ചെയ്തത്. അപ്പം ഒറ്റ വാക്കിൽ പറഞ്ഞാല് ഭർത്താവിനെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ദുഃഖമാണ് അവൻ വേദിയിൽ അവതരിപ്പിച്ചത്. ദുഃഖം അവതരിപ്പിച്ചു. ഇപ്പോൾ ഇന്നും അവള് ചിത കത്തിക്കുന്ന ചുടലപ്പറമ്പ്, അതാണ് ഈ തീ വേസ് ചെയ്ത ഡ്രസ്സിലെല്ലാം. എന്തായാലും തകർത്തു മോൻ, തകർത്തു. അപ്പൊ ഒരു എ ഗ്രേഡ് അല്ലേ? ഷുവർ. ഓക്കെ, കോൺഫിഡൻസ് ആണ്. കോൺഫിഡന്റ് ആണ്. വേറെ ഏതെങ്കിലും ഇനങ്ങളുണ്ടോ? വേറെ ഏതെങ്കിലും ഇനങ്ങളുണ്ടോ? അവന് ജില്ലയിൽ കേരള നടനം ഭരതനാട്യം ഉണ്ടായിരുന്നു. 2 സെക്കൻഡിലായതുകൊണ്ട് നമുക്ക് വരാൻ പറ്റിയില്ല. കഴിഞ്ഞ വർഷം ഫോക്കിന് സ്റ്റേജിൽ വന്നു, എ ഗ്രേഡ് ഉണ്ടായിരുന്നു. തവണ വരാൻ പറ്റി. യെസ്. എന്തായാലും ഏതാ ക്ലാസ് ഏതാ? 9th. സമയമുണ്ട് അല്ലേ? അടുത്ത കൊല്ലം ഒക്കെ സമയം. അപ്പൊ താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പം ഇനി അടുത്തതാര്? അടുത്ത ടീം അടുത്ത ടീം വരൂ. എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. കളേഴ്സ് ഇപ്പൊ പോയി എ ഗ്രേഡ് കിട്ടി. അതെ. ശരി, അടുത്ത ടീം ആരാണ്? വരൂ, മുന്നോട്ട് വരൂ. മദ്ദളംകളി. അതെ. നമുക്കേ ഇവിടെ ഒരു ഇനം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഇനത്തിന്റെ ചാകരയാ. അതെ. ഒരു മദ്ദളംകളി വന്നു കയറിയ പിന്നെ ഓരോ മദ്ദളംകളികൾ വരിക. മോളെ എവിടാ ജില്ല ഏതാ? കണ്ണൂരല്ലേ മുമ്പിലേ? ഹാപ്പി അല്ലേ? കപ്പ് കൊണ്ടുപോവോ? സ്വർണ്ണക്കപ്പ് വന്ന കണ്ണൂരിന്നാ. കണ്ണൂരേക്ക് തന്നെ സ്വർണ്ണക്കപ്പ് പോവോ? തൃശ്ശൂരുകാര് പറയുന്നത് അനക്കത്തില്ലല്ലേ? അപ്പൊ നമുക്ക് ഈ പരിപാടിയിലേക്ക് ആദ്യം കടക്കാം, എന്നിട്ട് പേരിലേക്ക് വരാം അല്ലേ? ഓക്കെ. അടിപൊളി. നേരത്തെ രണ്ടുപേരും ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു ആ മദ്ദളംകേളിയില്. ഇതൊരു പെൺപട മാത്രം അല്ലേ? മോളെ ഈ ഭാരം വലിയ കുഴപ്പമില്ലല്ലോ? എത്ര നേരം വേണമെങ്കിലും ഇത് കൊട്ടിക്കൊണ്ട് നിൽക്കാവോ? കണ്ടിട്ട് നല്ല വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ പൂരത്തിന് കാണണം കേട്ടോ. കുറച്ച് നേരം നീട്ടാങ്ങ് നമുക്ക് അടിച്ച് പെരുക്കാം. ഏത് ജില്ലക്കാരത്? കണ്ണൂര്. നമുക്ക് പേര് പേര് കാർത്തിക, ശിവാനി, എല്ലാരും ഏതാ ക്ലാസ്? ഒരാള് +2. ആരാ +2? ഓക്കെ. ഇവർക്ക് ഇനി ഒരു കൊല്ലം കൂടെ ഉണ്ട്. അവിടെ എന്ത് ചെയ്യും? ആ ഇലത്താളം എന്ത് ചെയ്യും? അവിടെ ആര് വരും? വരും, ഉണ്ടാവും. ഞങ്ങളുടെ സ്കൂളിൽ അതിന് ആൾക്കാരുണ്ടെന്നല്ലേ? പിന്നെ അപ്പോഴേ ഞാൻ നേരത്തെ ശ്രദ്ധിച്ചൊരു കാര്യം, നേരത്തെ അവര് മദ്ദളംകേളിയില് അവര് നിന്ന ഫോർമേഷൻ ഇങ്ങനെ റൗണ്ടാ. പക്ഷെ ഇവരുടെ ഫോർമേഷൻ എന്ന് വെച്ചാൽ ഒരു 6 ആക്ക് ഇതാണ് അല്ല? അതോ അങ്ങനെ ആക്കിയതാണ് ഇപ്പൊ തൽക്കാലത്തേക്ക്? അവരങ്ങനെ ആക്കിയതാ. ഈ ഫോർമേഷൻ ആണ് ശരിക്കും അവരുടെ ഫോർമേഷൻ അല്ലേ? അതെ. അപ്പൊ അവരുടെ ഫോർമേഷൻ അവർ തൽക്കാലത്തേക്ക് ആക്കിയതാണ്. ഇതാണ് കറക്റ്റ് ഈ 6 ആക്ക് അല്ലേ? ഓക്കെ. മോള് ചെണ്ട കുറെ നാളായി പഠിക്കുന്നു? അല്ല, ഞാൻ ഈ വർഷം. ഇനിയിപ്പോ ചെണ്ട അങ്ങ് പഠിക്കാൻ താല്പര്യമുണ്ടോ? കോൺഫിഡൻസ്? താല്പര്യമില്ലാണ്ടൊന്നുമില്ല. എത്ര പെർസെന്റേജ് ഉണ്ട്? അതെ. പക്ഷെ കുറച്ച് പെർസെന്റേജ് ഇല്ല. അപ്പം കണ്ണൂരേക്ക് ഇനി കപ്പും കൊണ്ട് പോവാ. റിസൾട്ട് വന്നോ? ഇനി വേറെ ഏതൊക്കെ ഇനങ്ങള്? സ്കൂൾ ഏതായിരുന്നു? സ്കൂള് സെന്റ് തെരേസാസ് കണ്ണൂർ. യെസ്. അപ്പം അവിടേക്ക് ഒരു എ ഗ്രേഡും കിട്ടി. വേറെ കൂട്ടുകാർക്കൊക്കെ വേറെ മത്സര ഇനങ്ങളുണ്ടോ? ബാക്കിയുള്ളത് ഇനി നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് ഉണ്ട്. അപ്പൊ കുറച്ച് എ ഗ്രേഡ് ഇനി വരാനുണ്ട്. ഇവരുടെയും കൂടെ എ ഗ്രേഡ് കൂടെ കൊണ്ടാണ് കണ്ണൂർ ഇപ്പൊ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 619 പോയിന്റ് കണ്ണൂരിന്. തൊട്ട് പുറകെ കോഴിക്കോടും തൃശ്ശൂരുമാണ്. പക്ഷെ അത് 10 പോയിന്റിന്റെ വ്യത്യാസം ഉണ്ടെന്നാണ് നേരത്തെ നോക്കിയപ്പോ കണ്ടത്. നമ്മൾ ഒന്നും കൂടെ നോക്കിയാൽ ചിലപ്പോൾ ആ വ്യത്യാസം കാണും. അല്ലെങ്കിൽ കോഴിക്കോട് ചിലപ്പോൾ ഇഞ്ചോടിഞ്ചായിരിക്കും. കുഴപ്പമില്ലല്ലോ. തൽക്കാലം നാളത്തെ മത്സരങ്ങളൊക്കെ
ഓക്കെ യെസ്. അപ്പൊ താങ്ക് യു. ഓക്കെ, അടുത്ത ടീം മോണാക്ടോ. മോണാക്ടോ. ഇന്നത്തെ അടുത്തത് മോണാക്ട്. മോണാക്ട് ആണ് നമ്മുടെ അല്ലേ? യെസ്. സ്ഥലം ഇടുക്കി. ഓക്കെ, പേര് മുഹമ്മദ് അഫ്നാൻ. മുഹമ്മദ് അഫ്നാൻ. ഓക്കെ, എത്ര ക്ലാസ്? അനസ്. അഫ്നാൻ. മുഹമ്മദ് അഫ്നാൻ. സ്ഥലം ഞാൻ ഇടുക്കി. നമ്മൾ ഈ 2 ദിവസത്തിൽ ആദ്യമായി വരുന്ന ഇടുക്കിക്കാരാണ്. അല്ല, ഇടുക്കിക്കാർ കുറവായിരുന്നു. ഇടുക്കി കുറവാണ്. നമ്മളെ ഇങ്ങോട്ട് വന്നു. പക്ഷെ ഇടുക്കിക്കാരുണ്ട് പല ഭാഗത്തായിട്ട്. അവർക്ക് മത്സരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ശരിക്കും ഇങ്ങോട്ട് എത്താൻ പറ്റാത്തതാണ് എനിക്ക് തോന്നുന്നത്. ഇടുക്കി മോനെ സ്കൂൾ ഏതാ? ഞാൻ SNDP അടിമാലി. ഓക്കെ. അപ്പം മോണാക്ട് നമുക്ക് മെല്ലെ പരിപാടിയിലേക്ക് കിടക്കാം. നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ ഒരു 2 മിനിറ്റ് ഉണ്ട്. നമുക്ക് അപ്പോഴേക്കും ഒരു വേദിയിലേക്ക് പെട്ടെന്ന് പോയി വരാം. ഓണാണോ? ഹലോ. സനചോട്ട ഇവിടെ റെഡിയാണേ. ഒരാളല്ലേ ഉള്ളൂ? ചേട്ടാ ഓക്കെ, റെഡി. കയറാം. വന്നു. യെസ്. അപ്പൊ നമുക്ക് മോണാക്ടിലേക്ക് കിടക്കാം അല്ലേ? പൂരം പവേർഡ് ബൈ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്. വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. അസോസിയേറ്റ് സ്പോൺസർ Aquila Finance, the legacy of trusted service since 1995. ജൻലാഗ് NC തിന്നർ, മികച്ച ഫിനിഷിംഗ്, ഉറപ്പുള്ള ഗുണമേന്മ. തിന്നറിൽ ഹേമൻ. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. Kochi's most sought after affordable lending library and co-working space. നീ റിസൾട്ട് അറിഞ്ഞോ? നിനക്കോ പ്ലസാ? നിനക്കോ പ്ലസാലേ? എല്ലാവർക്കും എ പ്ലസ്. എനിക്ക് മാത്രം എ പ്ലസ് ഇല്ല. ഇതൊക്കെ അമ്മ അറിഞ്ഞാൽ എന്നെ വഴക്ക് പറയും, നാണക്കേടാണെന്ന് പറയും. അന്ന് മോഡൽ എക്സാമിന് മാർക്ക് കുറഞ്ഞപ്പോൾ അച്ഛൻ അയ്യോ അടിയില്ലേ ഒരു ചായ. ഇവിടെ ഉണ്ടായിരുന്നോ? എന്നെ മോഡൽ എക്സാമിന് മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്തേ കിട്ടിയച്ചാ? ഇതാ എന്തോന്നാണ് നിന്റെ മാർക്ക്? അവൻ എ പ്ലസ് ഇല്ലാണ്ട് വന്നേക്കണോ? എന്റെ കൂട്ടുകാർക്കൊക്കെ എ പ്ലസ് ആണെന്നിടണം. നല്ലൊരു സമൂഹത്തിന് മെസ്സേജ് കൊടുക്കുന്ന ഒരു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് നിന്റെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു ഏടാണോ? അല്ലല്ല, എന്തൊരു ഫീലാടാ? അച്ഛന്റെ നടി ഇട്ടിട്ടുണ്ടോ? അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോഴേ അത് ഉള്ളീന്ന് സത്യം പറയണം. ഇല്ല ഉള്ള എ പ്ലസ് ഒരു മിനിമം. അതെ, എന്നാലും ഇടയ്ക്ക് പോലും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഇടക്കിടക്ക് നോക്കും, ഇടക്കിടക്ക് ജയിക്കും. ഇങ്ങനൊരു അനുഭവമേ ഉണ്ടായിട്ടില്ല. അച്ഛൻ ഹാപ്പിയാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം സ്കൂൾ ഏതായിരുന്നു? അടിമാലി അല്ലേ? അടിമാലി SNDP. വേറെ ഏതൊക്കെ ഇനങ്ങളുള്ളത്? ഞാൻ 2 വർഷം കലോത്സവത്തിന് മോണാക്ടിന്
2 വർഷം കലോത്സവത്തിന് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് 2-3 വേൾഡ് റെക്കോർഡ് ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ. വേൾഡ് റെക്കോർഡ് ഉണ്ടോ? വേൾഡ് റെക്കോർഡ് ഹോൾഡറാ? എന്താണ് അതിന്, എന്തിനാണ് ശരിക്കും ആ റെക്കോർഡ്? മിറർ റൈറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. മിറർ റൈറ്റിംഗ്. അപ്പൊ അതിന്റെ പേരിൽ 2 വേൾഡ് റെക്കോർഡ് ഒക്കെ ഉണ്ട്. പിന്നെ അടുത്ത ദിവസം ഗിന്നസിന് വേണ്ടി മത്സരിക്കാൻ പോകുന്നുണ്ട്. ഇനി വരുന്ന ദിവസം എനിക്ക് ഗിന്നസിന് വേണ്ടി മത്സരിക്കാൻ പോവാണ്. തിരക്കുള്ള താരമാണ്. അങ്ങനെയൊന്നുമില്ല. അപ്പൊ അത് മെയിൻ ഈ മിറർ റൈറ്റിംഗ് ആണ് ഇല്ലേ? അതിലാണിപ്പം നിലവിലെ റെക്കോർഡ് ഉള്ളത് അല്ലേ? ഒരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഉണ്ട്, കലാം ബുക്ക് ഓഫ് റെക്കോർഡ് ഉണ്ട്. അത് രണ്ടും ഉണ്ട്. ഇനിയും ഗിന്നസിലേക്ക് അടുത്ത ദിവസം. അടുത്താണോ? എപ്പോഴാ അതിന്റെ? ഒരു വീക്ക് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് വരും. അതെങ്ങനെയാണ്? നമ്മളത് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുക? അല്ലല്ല, അവരിങ്ങോട്ട് വരും. ഓക്കെ. അപ്പം ചിലപ്പോ നമ്മൾ തന്നെ ഇനി റീഡ് ചെയ്യുമ്പോൾ ഇവന്റ് ഇത് വായിക്കാൻ സാധ്യതയുണ്ട്. സത്യം. അതെ. ഏതായാലും കണ്ടു വെച്ചേക്കാം. അപ്പം ഞങ്ങള് വരും സാർ. ഒരു ബൈറ്റ് തരും സാർ. ഇല്ലാന്ന് പറയരുത്, ഓർക്കണം. ഞങ്ങളെയൊക്കെ മറക്കരുത്. ഓക്കെ. എന്തായാലും ഇതിന് റിസൾട്ട് വന്നോ? യെസ്. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും ഇനങ്ങളുണ്ടോ? ഇല്ല. ഇത് തന്നെയായിരുന്നോ? മോണാക്ട് തന്നെയായിരുന്നോ? മോണാക്ട് തന്നെയായിരുന്നു. അപ്പൊ സ്കൂളിലെ ബാക്കി കുട്ടികള്, ഒപ്പമുള്ള കൂട്ടുകാർക്കൊക്കെ ഇനിങ്ങൾ ഏതൊക്കെ ഉണ്ട് ബാക്കി? ഒരു ശ്രീബാല എന്ന് പറഞ്ഞ കോച്ചുണ്ടായിരുന്നു. അതിന് ഗ്രേഡ് ഉണ്ട്. മറ്റേ ഹിന്ദി പ്ലച്ചാന്ന് തോന്നുന്നു. അതിന് ഗ്രേഡ് ഉണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പൊ ഇടുക്കിക്ക് കപ്പ് കിട്ടുമോ? അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. കിട്ടും. നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. കിട്ടും. MCRൽ സോണി ഉണ്ടെങ്കിൽ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. ഓൾ ഇടുക്കിക്കാരിയാ. അതെ. സോണി ഇന്ന് ബോർഡറില്ല. ഇടുക്കിയാ. അതെ. അപ്പൊ എന്തായാലും മോനെ താങ്ക് യു. ശരി. ഓക്കെ, താങ്ക് യു. അതാണ് മോണാക്ടിന്റെ വിശേഷം അല്ലേ? നല്ലൊരു മെസ്സേജ് തന്നെയാണ് അവരെടുത്തേക്കുന്നത്. സത്യം. പേരൻസ് കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് കുട്ടികളെ ശകാരിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലത്ത് ഇതെന്തായാലും നല്ലൊരു മെസ്സേജാണ്. നല്ല മെസ്സേജാണ്. നമുക്ക് അടുത്തത് ഭരതനാട്യമാണ്. അടുത്ത ഭരതനാട്യം. അതിന് സ്റ്റാൻഡിന്റെ ആവശ്യമില്ല. അതെ, വേണ്ട. എനിക്ക് പേര് ഓർമ്മയില്ലെങ്കിലും നല്ല കണ്ടുപിടിച്ചുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. ഭരതനാട്യം. ആ വ്യത്യാസം മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇന്നലെ രാത്രി ഏതായിരുന്നു? കുച്ചിപ്പുടി. ഇന്നലെ ആയിരുന്നു കുച്ചിപ്പുടി. ഓക്കെ. ഇതിപ്പോ ഭരതനാട്യം റിസൾട്ട് വന്നോ? A ഗ്രേഡ് ഉണ്ട്. കുച്ചിപ്പുടിക്ക് A ഗ്രേഡ് ഉണ്ടായിരുന്നല്ലോ. ഇനി ഏത് ഇവന്റ് ഉള്ളത്? കഴിഞ്ഞു. ഓക്കെ. സ്ഥലം ജില്ല ഏതായിരുന്നു? തൃശ്ശൂര്. ഓക്കെ. അപ്പൊ നമുക്ക് പാട്ട് റെഡിയാണോ? പാട്ടിക്ക് കിടക്കാം. അടിപൊളിയില്ലേ? അങ്ങനെ കുച്ചിപ്പുടിക്കും ഇന്നലെ A ഗ്രേഡ്, ഇന്ന് ഭരതനാട്യത്തിന് A ഗ്രേഡ് അല്ലേ? അപ്പൊ കണ്ണൂരല്ല, തൃശ്ശൂരായിരിക്കും. കണ്ണൂരുകാർക്ക് ആ പോയിന്റ് മുന്നില്. പക്ഷെ തൃശ്ശൂര് കയറി വരത്തില്ലേ? തൃശ്ശൂര് കപ്പെടുക്കത്തില്ലേ? കപ്പ് കൊടുക്കത്തില്ലല്ലോ. 2 ദിവസം കൂടെ സമയമുണ്ട്. ഓക്കെ. അടുത്ത കൊല്ലം വരുമ്പോ ഞങ്ങളെ ഓർക്കുവോ?
പിന്നെ നമ്മളെ ഓർമ്മയുണ്ടതൊക്കെ. ഇപ്പൊ ഏതാ ക്ലാസ് ഏതാ? ക്ലാസ് 8ല് 10th. ഓക്കെ, ഇനി 10th. ഇപ്പൊ 10th 2 കൊല്ലം കൂടെ സമയമുണ്ട്. ഞങ്ങൾ കാണും. അതെ, അപ്പൊ വരണം കേട്ടോ. താങ്ക് യു. അടുത്ത ഇവന്റ് തമിഴ് പദ്യം ചൊല്ലൽ. തമിഴ് പ്രസംഗമാണ് കേട്ടോ. പ്രസംഗം. തമിഴ് പ്രസംഗമാണല്ലേ? ഓക്കെ, പിടിച്ചോ. മോളുടെ പേര്? ശ്രീ കാർത്തിക. സ്ഥലം? മലപ്പുറം. ഓക്കെ, മലപ്പുറത്ത് നിന്നും ശ്രീ കാർത്തിക. നമുക്ക് അതിലേക്ക് കടന്നിട്ട് കൂടുതൽ വിശേഷം ചോദിക്കാം അല്ലേ? അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അല്ല, രേണുവിക്ക് തമിഴ് അറിയാം. ഓക്കെ. வணக்கம். இன்று பொழுதின் பெருதுவக்கும் தன் மகனே சான்றோர் என கேட்ட தாய் என்று தனது தாய்மார்களுக்கு பெருமை சேர்த்த இங்கு அமர்ந்திருக்கும் மரியாதைக்குரிய நடுவர் அவர்கள், பெற்றோர்கள், ஆசிரியர்கள் மற்றும் எனது அன்பு நண்பர்களுக்கு முதலில் எனது முதல்கண் வணக்கங்களையும் நன்றிகளையும் மற்றும் இனிய மாட்டு பொங்கல் நல்வாழ்த்துக்களையும் தெரிவித்துக் கொண்டு என் உரையை நான் தொடங்க விரும்புகிறேன். இன்று எனக்கு கிடைத்திருக்கின்ற தலைப்பு கைபேசியின் நன்மைகளும் தீமைகளும். அறிவியலின் இன்றைய கண்டுபிடிப்புகளில் வியக்கத்தக்க அதிசய கருவிகளில் ஒன்று நாம் இன்று கையாளும் கைபேசி. முதலில் கைபேசியின் நன்மைகளை பற்றி சொல்லிவிடுகிறேன். ஒருவன் தான் இருக்கும் இடத்தில் இருந்து கொண்டே எங்கிருந்தாலும் யார் கூட வேண்டுமானாலும் எந்த நேரத்திலும் பேச முடியும். பேசுவதற்கு மட்டுமல்லாமல் செய்திகளை அனுப்பவும் இன்னொருவருக்கு அறிவுகளை பகிர்ந்து கொள்ளவும் உதவுகிறது. மேலும் அவசர சந்தர்ப்பங்களின் பொழுது மருத்துவமனையிலோ காவலாளர்களையோ அழைப்பதற்கும் உதவுகிறது. இவ்வாறான நன்மைகளை பட்டியலிட்டே கொண்டு போகலாம். அளவுக்கு மிஞ்சினால் அமிர்தமும் நஞ்சு என்ற பழமொழிக்கேற்ப தீமைகளும் உள்ளன. கைபேசியை பேசிக்கொண்டே வாகனம் ஓடிப்பது, சாலை கடப்பது போன்ற நிகழ்வுகளால் அதிக உயிரிழப்புகளும் விபத்துகளும் உருவாகுகிறது என்று ஆய்வாளர்கள் எச்சரித்துள்ளனர். எனவே கைபேசிக்கு நல்லவற்றும் உண்டு, தீயவற்றும் உண்டு. எனவே கைபேசியை நமது வாழ்வில் நல்லவற்றுக்கு பயன்படுத்தி நமது வாழ்வில் பயன்படுவோம் என்று கூறி வாய்ப்பு தந்ததற்கு நன்றி கூறிவிட்டு விடைபெறுகிறேன். நன்றி, வணக்கம். ഇതില് വലിയൊരു ഇൻഫർമേഷൻ നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ്. ഈ ചിലപ്പോ അത് ആ വാക്ക് നമ്മളെ യൂസ് ചെയ്യാത്തോണ്ട് നമുക്ക് ചിലപ്പോ മൊബൈൽ ഫോൺ, അതെ, അത് തമിഴിൽ എല്ലാ ഇംഗ്ലീഷ് വാക്കുകൾക്കും കൃത്യമായ തമിഴ് വാക്കുണ്ട് അല്ലേ? അപ്പൊ കൈപേസി ഫോണിന്റെ ഉപയോഗം നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളും അത് തന്നെ. സെറ്റ്. അപ്പൊ തമിഴ് പഠിച്ചു. ഞങ്ങൾ തമിഴിലൊന്ന് സംസാരിച്ച് നോക്കട്ടെ. എന്തെങ്കിലും ചോദിക്കൂ. പെരിയൂർഹളെ കുഴന്തൈഹളെ. അതെ, நல்லா இருக்கீங்களா? நல்லா இருக்கேன். நீங்க நல்லா இருக்கீங்களா? நல்லா இருக்கேன். மத்தியானம் வச்சு சாப்பிட்டீங்களா? இல்ல, இது சாயந்தரம். சாப்பிட்டீங்களா மத்தியானம்? சாப்பிட்டேன். நீங்க சாப்பிட்டீங்க? நான் சாப்பிட்டேன். என்ன கிரேடு கிடைச்சிருக்கு? இந்த A கிரேடு கிடைச்சிருக்கு. எந்த ஊரு ஆக்சுவலி நீங்க? நாங்க தேனி பக்கமா? ஓகே. நல்லா தமிழ் பேசுறீங்க. அதான் பார்த்தா நல்லா செந்தமிழா பேசுறீங்க பாத்தீங்களா? நான் கூட கொஞ்சம் கோயம்புத்தூர் டச்சா தான் தமிழ் பேசுறேன். പക്ഷെ நீங்க ரொம்ப நல்லாவே செந்தமிழ் பேசுறீங்க. எனக்கு அது மட்டும் முடியாது. அதான் பாக்குறேன். உங்களுக்கு எப்படி தமிழ் தெரியும்? தமிழ் அப்பா ഇങ്ങനൊക്കെ പഠിച്ചു പോയി. ഇതൊക്കെ തന്നെ വേറെ പരിപാടിയാണ്. ജീവിക്കട്ടെ. അതെ. കുറച്ചു കാലം തമിഴ്നാട്ടിലായിരുന്നു. അതെ, അതിന്റെ ഇൻഫ്ലുവൻസാ. എനിക്കറിയാം കേട്ടോ തമിഴ്. ഞാനും പറയും. മോളെ എന്നോടും ചോദിക്കും, ഞാനും പറയും. சாப்பிட்டு நல்லா சாப்பிட்டு மத்தியானம் நல்லா சாப்பிட்டு 2 நேரம் நான் மிஷ்டான போஜனம் சாப்பிடுவேன். இதாவளா தமிழ். எப்படி இருக்கு ஃபெஸ்டிவல் எல்லாம்? எப்படி? ஃபெஸ்டிவல் கம்பீரமா இருக்கு, பிரமாதமா இருக்கு, பிரமாதம். நீங்க நல்லா தமிழ் பேசுறீங்க. ஆமா, താങ്ക് യു. എല്ലാവരും ആശംസിച്ചോളൂ. എനിക്ക് ആ ഒരു ഇതിലോട്ട് വരാനില്ല. ചെന്തമിഴ് എനിക്കറിയാം. അത് നമുക്ക് പിന്നെ സംസാരിക്കാം. അവളെ കേൾക്കണ്ട. അപ്പൊ മോളെ എവിടെയായിരുന്നു ജില്ല? മലപ്പുറത്തേക്ക് എ ഗ്രേഡ് കിട്ടിയില്ലേ? മലപ്പുറം കപ്പെടുക്കുവോ? ഉണ്ടാവും. കിട്ടും എന്നങ്ങ് പറ. കിട്ടും. ബാക്കി നമുക്ക് നോക്കാമല്ലോ. അപ്പൊ ഇത് ഈ പ്രസംഗം മോള് തന്നെ ഇത് തമിഴ് നേരത്തെ അറിയാമോ? തമിഴ് ഞാൻ 3ാം ക്ലാസ് വരെ തമിഴ്നാട്ടിലായിരുന്നു. എവിടെയായിരുന്നു? തേനിയിലായിരുന്നു. നേരത്തെ പറഞ്ഞു. അപ്പൊ അച്ഛനായിരുന്നു തമിഴൊക്കെ പഠിപ്പിച്ചത്. പിന്നെ അവിടെ കുറച്ചാലും പഠിച്ചു. പിന്നെ ഇവിടെ വന്നിട്ട്. അപ്പൊ ഈ പ്രസംഗം പ്രിപ്പയർ ചെയ്താലും മോള് തന്നെയാണോ? അച്ഛൻ സഹായിച്ചു. അപ്പം അത്യാവശ്യം ആ തമിഴ് മണ്ണിലുണ്ട് അല്ലേ? ജനിച്ച് വീണത് തമിഴ് മണ്ണിലാണല്ലേ? തായ് മണ്ണ്. യെസ്. അപ്പൊ എന്തായാലും താങ്ക് യു. അപ്പൊ ഇനി നമുക്കെന്ത് തമിഴ് പ്രസംഗം കഴിഞ്ഞ്
അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയൊക്കെ തമിഴ് അറിയായിരുന്നല്ലേ? മലയാളം മലയാളം അറിയത്തില്ല. മലയാളം ഇച്ചിരി കുറച്ച് ഡൗട്ട്. മലയാളമാണ് ഡൗട്ട്. യെസ്. അപ്പൊ അടുത്ത നമുക്ക് മോണാക്റ്റാ. പേരെന്താ? തന്മയ. ഏത് ജില്ലയാണ്? കാസർഗോഡ്. ഓക്കെ. നിലവിലെ റിസൾട്ട് വന്നോ? എ ഗ്രേഡ് ആണ്. ഓക്കെ. എന്താണ് ശരിക്കും തീം? യുദ്ധം. മഹാഭാരത യുദ്ധത്തിൽ നിന്ന് ഇപ്പോഴത്തെ യുദ്ധത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതായത് ഹിസ്റ്ററി ഇറ്റ് സെൽഫ് ഈസ് റിപ്പീറ്റിംഗ് എന്നുള്ള ഒരു ആശയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, തുടങ്ങാല്ലേ? പൊട്ടി പാറുന്ന യുദ്ധമായിരിക്കണം കേട്ടോ. ഈ ഹൈറ്റ് ഓക്കെ ആണോ? കുറച്ചുകൂടെ താഴെ. യെസ്. കംഫർട്ടബിൾ ആണോ? ഓക്കെ ആണോ? കളേഴ്സ് ടൈറ്റ് ചെയ്ത്. ഓക്കെ അല്ലേ? ഓക്കെ. അല്ലയോ പുത്രവധുക്കളെ, ദുഃഖത്തിന്റെ നിത്യനരകത്തിയിൽ എന്തു വിലപിക്കുന്നവരെ, ഗാന്ധാരത്തിലെ വിവാഹ മണ്ഡപത്തിൽ വെച്ച് എന്റെ കണ്ണുകളെ മുറുക്കി കെട്ടിയ ഈ കറുത്ത തുണി ഞാൻ അഴിച്ചു മാറ്റട്ടെ. ഹേ കൃഷ്ണ, ഏതു നരക കാഴ്ചകളിലേക്കാണ് ഞാൻ എന്റെ കണ്ണുകളെ തുറക്കേണ്ടത്? അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജൻ, അങ്ങയുടെ അധികാര ദുരകൾക്ക് വേണ്ടി ആയിരുന്നില്ലേ ഇതൊക്കെ? ഒടുക്കം എന്തായി? ഗാന്ധാരി, ക്ഷത്രിയനു പ്രധാനം അവന്റെ സിംഹാസനം മാത്രം. പുരുഷോന്മാദത്തിന്റെ തീ പിടിച്ച മൃഗാസക്തികളെ തൃപ്തിപ്പെടുത്തുന്ന അധികാര പീഠം. സഞ്ജയ, എനിക്കും ഗാന്ധാരിക്കും കണ്ണായി നിന്നവരെ, ഇനിയും യുദ്ധം പറ. ചോരക്കൊതി തീരാത്ത യുദ്ധ കാഴ്ചകൾ പറഞ്ഞാലും കേട്ടിട്ടും മതി വരുന്നില്ല സഞ്ജയ. മതിയായില്ലേ മഹാരാജനഗിക്ക്? പരസ്പരം വാളിൽ കോർക്കുന്നവർ, പിടയുന്നവർ, നിലവിളികൾ, ആക്രോശങ്ങൾ. അത് സംഭവിച്ചു. ദുര്യോധനകുമാരൻ ഭീമസേനന്റെ ചവിട്ടടിയിൽ. വെറിമൂത്ത മൃഗമേ ദുര്യോധന, ഗദായുദ്ധത്തിൽ അരയ്ക്കു താഴെ ആയുധ പ്രയോഗം പാടില്ലെന്നോ? ഞാനിതാ നിന്റെ താളത്തുല്യമായ തുടകൾ രണ്ടും തുടയ്ക്കാൻ പോകുന്നു. സംഗതി വരുത്ത നിന്റെ നെഞ്ചിൻ കൂടിന്മേൽ ഇടതു പാദം ഊന്നിച്ച വെട്ടി വിദ്യാട്ടഹാസം മുഴക്കുന്നു ഈ രൗദ്ര ഭീമൻ. അല്ലേ? ഭീമശപഥമാണോ ഇപ്പൊ ചെയ്തേ? ദുര്യോധന വീഴ്ത്തുന്നത് തെറ്റിലൂടെ ലാസ്റ്റിലേക്ക് മഹാഭാരത യുദ്ധത്തിന്റെ അവസാനത്തേക്കുള്ള ഭാഗമാണ് ആ തുടയടിച്ച് പൊട്ടിക്കുന്നത്. അതാണിപ്പം കാണിച്ചത്. ആ ഭീമൻ കൊള്ളായിരുന്നു, ഗംഭീരമായി. റിസൾട്ട് വന്നോ? ജില്ല ഏതായിരുന്നു? കാസർഗോഡ്. കപ്പടിക്കുമോ? കപ്പടിക്കണമല്ല, കപ്പടിക്കും. കോൺഫിഡൻസ്. അപ്പം കാസർഗോഡിലേക്ക് ഒരു എ ഗ്രേഡ് കിട്ടി. വേറെ ഏതെങ്കിലും ഇനങ്ങളുണ്ടോ? വേറെ ഇല്ല. കൂട്ടുകാർക്ക് ഏതെങ്കിലും? അവരൊക്കെ നാളെ ഇനി വരുന്നുണ്ടോ? ഇല്ല. എല്ലാരും പോവാണോ? ഇല്ല, സ്കൂളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. സ്കൂളിന്റെ ട്രംപ് കാർഡാ. അതെ. പോയി എ ഗ്രേഡും കൊണ്ട് തിരിച്ചു പോകും. സന്തോഷായില്ലേ? ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞോ? എല്ലാരും എന്ത് പറഞ്ഞു? എല്ലാവർക്കും സന്തോഷമായി. അതായത് ഞാൻ 1ാം ക്ലാസ് മുതൽ മോണാക്കിൽ മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ്. അങ്ങനെ +2 ഇപ്പൊ. അപ്പൊ അവസാനത്തെ കൊല്ലം അവസരം. 1ാം ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയത്, +2 സ്റ്റേറ്റ് വരുന്നത്. ആ ഭാഗ്യമുണ്ട് എന്തായാലും അല്ലേ? വർഷങ്ങളുടെ കഠിനാധ്വാനം അല്ലേ? ഇപ്പൊ ഹാപ്പി ആയില്ലേ? വളരെ ഹാപ്പി ആയി. +2 ഈ സ്കൂൾ അവസാനത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. ഇനി അങ്ങോട്ട് യൂണിവേഴ്സിറ്റി കലോത്സവമേ ഉള്ളൂ. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മോണാക്ട് എന്താ ഇത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി? +2 കഴിഞ്ഞിട്ട് എന്തെങ്കിലും കോഴ്സ് ചെയ്യണം. എന്നാലും ഏത് കോഴ്സ് ആയിരിക്കും? ഇനി കോച്ചായിരിക്കും. എന്നാലും നമ്മളിലൂടെ കുറെ പിള്ളേരെ എത്തിക്കണം അല്ലേ? +2 കഴിഞ്ഞാൽ ഈസി പരിപാടിയല്ല. എന്റെ സാറെന്ന് പറയുന്നത് KP ശശികുമാർ സാറാണ്. അപ്പൊ സാറിന്റെ സ്റ്റുഡന്റ് ആണ് ഞാൻ. അപ്പൊ മാർച്ച് പഠിപ്പിക്കുന്ന കാണുമ്പോ തന്നെ വളരെ എഫേർട്ടുള്ള ഒരു പരിപാടിയാണ് തന്നെ കൂടെ നടക്കുന്നത്. ശരി, താങ്ക് യു. ഓക്കെ. അപ്പം ഇനി അടുത്തത് എന്ത്? അടുത്ത മോണാക്റ്റാ. അപ്പൊ അല്ല, ഇത് വേണമല്ലോ. ബൈക്ക് എടുത്തിട്ട് വെളിവ് പോയി വന്നപ്പോ തന്നെ വെളിവില്ല. അവരെന്താ പറയുക? ഓക്കെ. പേര്? ഫാത്തിമ സുനൈന. ഓക്കെ. ഏത് ജില്ലയാണ്? മലപ്പുറമാണ്. റിസൾട്ട് വന്നു. എ ഗ്രേഡ്. അതെ, എ ഗ്രേഡോട് കൂടില്ലേ? അതെ. അപ്പൊ നമുക്ക് ആ പരിപാടിയിലേക്ക് കടന്നാലോ? തുടങ്ങാം. ബാക്കി ഞങ്ങൾ എടുത്തോ. സെറ്റല്ലേ? കുഴപ്പമില്ല, ഒരുവിധം ഒപ്പിച്ചു. ബട്ട് ദിസ് ഈസ് നോട്ട് എ ലാഡ്.
സബ്ജക്ട് ഇത് മുച്ചിലോട്ട് ഭാഗവതി വൈശാലി വാസുമദത്ത ഒരു മൂവിയുടെ ഓഡീഷൻ അല്ലേ കുട്ടി. ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോ കുറച്ചുകൂടെ ബോധേഡാക്കണം. ഐ മീൻ നമ്മളെ ഡയറക്ടർ പ്രൊഡ്യൂസേഴ്സ് ആയ ഇവരാണ് ശരിക്കും കുട്ടിയെ സെലക്ട് ചെയ്യേണ്ടത്. മാർവെക്ക് പുള്ള നമ്മള് പറഞ്ഞ പുള്ള കേക്കും കാത്ത പുള്ള നമ്മന്റെ കയ്യില് തമ്പടിക്കായി ഒരുപാടുണ്ട്. അടുക്കരുത്, എന്റെ അടുത്തേക്ക് വരരുത്. അഭിനയം കൊമിച്ചിട്ടാ അല്ലാതെ അഴിഞ്ഞാടാനല്ല. ഇതെങ്ങാനും പുറത്തിറങ്ങ നിനക്കൊരു പേര് വീഴും. ഇതൊരു ചലന്തി വലയ പറഞ്ഞ സിനിമയിൽ മാത്രമല്ല, ടെക്സ്റ്റൈൽസിൽ, ജ്വല്ലറിയിൽ, പോലീസിൽ, സർക്കാർ ഓഫീസിൽ, അങ്ങനെ പെണ്ണുങ്ങൾ ചെല്ലുന്ന എല്ലാ തൊഴിലിടങ്ങളിലും ഞങ്ങൾ ഈ വല വിരിച്ചു വെച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ഓഫ് വുമൺ ഹാൻഡ്. അതൊരു കമ്മീഷനും പൊട്ടിച്ചു കളയാൻ കഴിയില്ലടി. കൊണ്ടെനിക്ക് മുഖത്തെഴുതിത്ത ഒട്ടമുടിയും തെച്ചപ്പോങ്കയും വിധാനം നിറയും കൊണ്ടെനിക്കൊരിക്കുന്ന മനമുറിച്ച പടവില്ലു കെട്ടിത്ത കൊഞ്ചേരും പണബന്ധങ്ങളും കയ്യിൽത്ത എനിക്കൊത്തിലയാവണം, എനിക്കൊത്തിലയാവണം. മുച്ചിലോട്ടം ആദ്യം കണ്ട നിഷ്കളങ്കമായ ചിരിക്കും രാക്ഷസ മുഖം ഉണ്ടായിരുന്നു. ഞാനത് ഇപ്പോഴാണ് അറിഞ്ഞത്, തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. എത്ര കഥാപാത്രങ്ങൾ, എത്ര ശബ്ദങ്ങൾ മാറി മാറി. അപ്പം സ്കൂളിൽ ഏത് ജില്ല ഏതായിരുന്നു? മലപ്പുറം. മലപ്പുറം സ്കൂള് MSMHS കല്ലിങ്ങൽ പറമ്പ്. അതെ, വേറെ കൂട്ടുകാരൊക്കെ ഉണ്ടോ കൂടെ? ഇപ്പൊ ഈനെ മാത്രമേ ഉള്ളൂ, ഇനി വേറെ ഏതെങ്കിലും? ഈനെ ഉള്ളൂ. മലപ്പുറത്തിൽ കപ്പുറപ്പല്ലേ? കിട്ടില്ലേ കാണ്ട് കിടക്കുന്നു. അപ്പം മലപ്പുറത്തിന് കപ്പ് കിട്ടുമെന്നങ്ങ് പറ. നമ്മുടെ സ്വന്തം ജില്ലയല്ലേ, അപ്പൊ നമുക്ക് പറയാം. നമ്മളോട് ആരെന്ത് ചോദിച്ചാലും മലപ്പുറത്തിന് കപ്പ് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞേക്കണം കേട്ടോ. സ്വന്തം ജില്ല. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. എനിക്ക് ഈ ചിരിയിൽ ഇപ്പൊ ഒരു പേടിയുണ്ട്. എനിക്ക് ആ ചിരി അങ്ങ് വിശ്വസിക്കാൻ പറ്റും. അപ്പൊ മോളെ താങ്ക് യു. അപ്പൊ ഇനി അടുത്ത വലിയൊരു പരിപാടി. അതെ, വലിയൊരു ടീം, ബിഗ് ടീം. വരൂ. ഒരു നീണ്ട പട തന്നെയുണ്ട്. നിങ്ങൾ അറേഞ്ച് ചെയ്ത് നിന്നോട്ടോ. നിങ്ങൾ ഓരോന്ന് അറേഞ്ച് ചെയ്യട്ടെ. അവര് അപ്പോഴേക്കും നമുക്ക് ഒരു വേദിയിൽ പോയിട്ട് വരാം. ഒന്ന് വേദിയിൽ പോയിട്ട് വരാം. നിങ്ങളെ ഇങ്ങനാണോ നിൽക്കുന്നേ? കുറച്ചുകൂടെ വൈഡ് വെക്കുവോ? വൈഡ്. ഇവർക്ക് മൈക്കിന്റെ ആവശ്യം വരുമെന്ന് തോന്നില്ല. മൈക്കിന്റെ ആവശ്യം ഇഷ്ടം പോലെ ശബ്ദം. കമാൻഡർക്ക് ഒരു മൈക്ക് വേണേ പിടിച്ചു കൊടുക്കാം. ഇല്ല, അതിന്റെ ആവശ്യം വരുമെന്ന് തോന്നില്ല. ആണല്ലേ? വിന്നാരിമാരെ പാട്ടു പാടി കളിച്ചിടാം, കൂട്ടരുത്തു വന്നിടുമിൻ മാർഗം കൂടാതെ. വട്ടമുത്തു ചുവടുത്തു താളമൊത്ത ഇണമുത്തു പാട്ടിനുത്തു കരം കൊട്ടി കളിച്ചിടണം. കൂറിക്കൂട്ടും ചാന്തും വേണം, മൂടി കെട്ടി തിരുകേണം. മൂടി കെട്ടിൽ ദശപുഷ്പം മുല്ലയും വേണം. തതേത അവതുത്തു കഴുകേണം. ആണികളിൽ പാടും വേണം. അവരുത്തു ചുവടു വച്ചേറ്റു പാടേണം. തതേത അവരുത്തു ചുവടു വച്ചേറ്റു പാടേണം. ഓക്കേ അല്ലേ? ഓക്കേ, കിടക്കാം. യെസ്, നമുക്ക് തുടങ്ങാം അല്ലേ? അതെ, തുടങ്ങിയാലോ? റെഡിയല്ലേ? ഓക്കെ.
കേൾക്കുന്നുണ്ടോ കാളിദാസൻ? ഇല്ലല്ലോ. ഇവിടെ ഒരു പി കേട്ടപ്പോഴേ എന്റെ കാതം കടഞ്ഞു. ഒരു നിമിഷം എന്റെ കയ്യിൽ നിന്ന് മൈക്ക് പോയിരുന്നേ. സാലറി കട്ട് ചെയ്തിരുന്നു ഇപ്പൊ 2 ബൈക്കിന്റെ പൈസ. ഇതിന്റെ ഇടയ്ക്കൊരു മ്യൂസിക് വന്നു പോയപ്പോ ഞാൻ പെട്ടെന്ന് നോക്കി അതേത് മ്യൂസിക്കാന്ന്. ഗെയിം ഓഫ് ത്രോൺസ്. എനിക്കതിലൊന്നും വശമില്ല. നമുക്ക് എന്താ മോളെ ഗെയിം ഓഫ് ത്രോൺസ്? ഓക്കെ, കുഴപ്പമില്ല, പോട്ടെ. അതൊരു സീരീസ് ആണ്, ഒരു ഇംഗ്ലീഷ് സീരീസ്. അത് ഭയങ്കര, അതായത് ലോകം മൊത്തം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട, കുറച്ച് കാലമായിട്ടത് ഭയങ്കരമായിട്ട് ചർച്ച. ഈ മ്യൂസിക് എവിടെ കേട്ടാലും ഇതിന്റെ ഫാൻസ് അപ്പം തിരിഞ്ഞു നോക്കും. ഇതൊരു വികാരമാണ്. അങ്ങനെ വികാരമായി മാറി കഴിഞ്ഞ ഒരു മ്യൂസിക്കാണ് നിങ്ങളിപ്പോൾ വായിച്ചു പോയത്. അതിന്റെ ആ മ്യൂസിക് കേട്ടിട്ട് തന്നെ പേര് ഇവിടെ നിൽക്കുന്നുണ്ടാവും. അതാണ് ആ മ്യൂസിക്കിന്റെ ഇൻഫ്ലുവൻസ്. അപ്പൊ നമുക്ക് ഇവരുടെ വിശേഷം ചോദിക്കാം. അതിലോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞു പോകും. ഓക്കെ, യെസ്, പേര് ചോദിച്ചോ. മെറിൻ, ദേവപ്രിയ, ജുവൽ, മരിയ, സച്ചിത, ആതിര, നിവേദ്യ, ദിയ, ഏഷ, ഷസായുട്ടി, സ്വ, ഐശ്വര്യ, ശിവാത്മിക, അലീന, ഐമൻ, മിയ, നോറ, ലുത്ഫ, റന, ദീക്ഷിത, സ്വാതി. ഇത് അവിടുന്ന് ഇങ്ങനെ വന്ന് ഈ പോയിന്റിൽ എത്തിയപ്പോ പെട്ടെന്നൊരു ചിരി വന്നത് എന്താ? അല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മോടെ പേരെന്താ പറഞ്ഞത്? ഐമൻ. സ്പെല്ലിംഗ് എന്താ? AYMAN. കളേഴ്സ്. അതേപോലെ ഇവിടെ ഒരു പേര് ഏഷ്യ എന്നാണ് ഞാൻ കേട്ടത്. ആയിഷ വെറൈറ്റി ആക്കി ഏഷ്യ അല്ലേ? ഇവിടെ ഐമൻ വെറൈറ്റി പേരല്ലേ? അതെ. അപ്പം റിസൾട്ട് വന്നു. എ ഗ്രേഡ്. ജില്ല ഏതാ? കോഴിക്കോട്. എവിടെ? സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി. സെന്റ് ജോസഫ്സ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. 615 ആയിട്ടുണ്ട് ഇപ്പം. കോഴിക്കോട് 615. 2ാം സ്ഥാനത്ത് കോഴിക്കോട്. കപ്പ് തൂക്കുവോ? അമ്മേ, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. കോഴിക്കോട് അപ്പൊ കപ്പ് തൂക്കുവോ? തൂക്കും. യെസ്, കോഴിക്കോട് കപ്പ് തൂക്കും. നമ്മളെ കോഴിക്കോട്. ഞാൻ കോഴിക്കോടുകാരനാണ്. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അല്ലല്ല, അതൊന്നും അല്ല. കോഴിക്കോട് കപ്പ് അവിടെ പോയിന്റ് വന്നെന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു ട്രിപ്പിൾ ഡ്രം കേടന്നൊക്കെ വിറച്ച് ആവേശം കൂട്ടി. എന്തായാലും തകർത്ത്. ഇനി വേറെ ഏതൊക്കെ ഇവന്റ് ഉണ്ടോ? സിംഗിൾ ഇവന്റ്സ് ഉണ്ടോ ആർക്കെങ്കിലും? ബ്യൂഗിള് കഴിഞ്ഞോ? എ ഗ്രേഡ്. യെസ്, എ ഗ്രേഡ് ഉണ്ട്. കോഴിക്കോടിന് അത്യാവശ്യം എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. കുറച്ചധികം എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. 2ാം സ്ഥാനത്ത്. മുന്നിൽ കയറത്തില്ലേ? കപ്പും കൊണ്ടല്ലേ പോത്തേ? തൃശ്ശൂരുകാർ പറയുന്ന ആ കപ്പനക്കാൻ സമ്മതിക്കത്തില്ലെന്ന്. അനക്കുമല്ലേ? കണ്ണൂരാണിപ്പോ മുന്നില്. തിരിച്ചു പിടിക്കും. അല്ലല്ല, അതെന്താ ഇങ്ങനെ മൈക്ക് പോയപ്പോ ഇങ്ങോട്ട് പോകും. പാസ്. 629 പോയിന്റ് കണ്ണൂര്. കോഴിക്കോട് 615. അപ്പം ഒരു വ്യത്യാസമുണ്ട്. 10 പോയിന്റിന് മുകളിൽ വ്യത്യാസമുണ്ട്. 2 ദിവസം ഉണ്ടല്ലോ. പിടിക്കാം. നമുക്ക് പിടിക്കാം. ഓക്കെ, താങ്ക് യു. യെസ്, നല്ല ഉഷാറുള്ള കുട്ടികളല്ലേ? നല്ല. നമ്മൾ ഇന്നലെ ആ ബാൻഡ് മേളം അതിന്റെ ആ ഒരു ഫീൽ. ഇനി അടുത്തത് എന്താ? അടുത്ത ഇവന്റ് ആരാണ്? കുച്ചിപ്പുടി. യെസ്. പേര്? പ്രാർത്ഥന. ഏത് ജില്ലയാണ്? കോട്ടയംകാരിയാണ്. ഇന്ന് അത്യാവശ്യം കോട്ടയം നമുക്ക് വരുന്നുണ്ട് അല്ലേ? ഇന്ന് കോട്ടയം. അതെന്താണെന്നറിയോ? നമ്മുടെ MLA ഐശ്വര്യ. അതെ. MLA ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. കോട്ടയം കപ്പടിക്കുമെന്നാ MLA പറഞ്ഞേ. കപ്പടിക്കുവോ? MLA ആരാ? പുതുപ്പള്ളി MLA. ഓ, കടുത്തുരുത്തി MLA ആരാ? യെസ്. പിന്നെ അല്ല, നമ്മുടെ MLA അറിയാം അല്ലേ? ഓക്കെ. പാട്ട് സെറ്റ് ചെയ്യേണ്ട ഒരു താമസേ ഉള്ളൂ. ഈ പാട്ടൊന്ന് മ്യൂസിക്കിലേക്ക് വരാനുള്ള താമസേ ഉള്ളൂ. അതെ. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു വേദിയിലേക്ക് പോയി വരണം. അതെ, പെട്ടെന്നൊരു വേദിയിലേക്ക് പാട്ട് സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് വേണം ഒരു വേദി പോയിട്ട് വരാം. പെട്ടെന്ന് വരാം.